നമസ്കാരം. ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത്. പിന്നീട് മലയാള സിനിമയുടെ നായികാ സങ്കല്പമായി മാറുകയും ചെയ്തു. 2 പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിക്കുകയാണ്. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും അഴകിയ രാവണനിലൂടെയാണ് കാവ്യയെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യയ്ക്കുണ്ടായിരുന്ന സ്റ്റാൻഡം ഇന്ന് മലയാളത്തിലെ യുവനടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് ആരാധകർ പറയുന്നത്. ഇടയ്ക്ക് നടി പല ഗോസിപ്പുകളിലും നിറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിലും അതൊന്നും സത്യമല്ലെന്ന് പിന്നീട് തെളിഞ്ഞു. എന്നാൽ തമിഴ് നടൻ മാധവനും കാവ്യയും വിവാഹിതരായെന്ന തരത്തിൽ ചില കഥകളുണ്ടായിരുന്നു. തന്നെ പറ്റിയുള്ള ഇത്തരമൊരു ഗോസിപ്പ് പടച്ചിറക്കി വിട്ടത് നടൻ ജയസൂര്യയാണെന്ന് പറയുകയാണ് കാവ്യ. സിനിമയുടെ ഷൂട്ടിങ്ങിനായി തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് മാധവന്റെ ഭാര്യയാണെന്ന് തരത്തിൽ കഥ വന്നതെന്ന് കാവ്യ പറയുന്നു. വർഷങ്ങൾക്ക് മുൻപേ ഒരു അവാർഡ് വേദിയിൽ സംസാരിക്കവേ നടൻ മാധവനോട് തന്നെയാണ് നടി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഞാൻ നായികയായി അഭിനയിച്ചു തുടങ്ങിയ കാലത്ത് ഊട്ടിയിൽ സിനിമയുടെ ചിത്രീകരണത്തിനായി പോയി. എന്റെ പേര് ശരിക്കും കാവ്യ മാധവൻ എന്നാണ്. നിങ്ങൾ അന്ന് ടോപ്പ് സ്റ്റാർ ആണ്. എന്നെ അവിടെയുള്ള ആളുകൾക്ക് അത്രയധികം അറിയുകയില്ല. പക്ഷേ തമിഴ്നാട്ടിൽ ചെന്നത് ആദ്യമാണെങ്കിലും ആളുകൾ എന്നെ വന്ന് നോക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കാണാൻ തമിഴ്നാട്ടിൽ നിന്നും ആളുകളൊക്കെ ഇങ്ങനെ വരുന്നതെന്ന് എനിക്കും ആദ്യം മനസ്സിലായില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയിലെ ഹീറോ ജയസൂര്യയാണ്. അദ്ദേഹം അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞത് നടൻ മാധവന്റെ ഭാര്യയാണ് ഇവിടെ വന്ന് അഭിനയിക്കുന്ന കാവ്യ മാധവൻ എന്ന്. അതുകൊണ്ട് മാധവന്റെ ഭാര്യയെ കാണുന്നതിന് വേണ്ടിയായിരുന്നു അവിടെയുള്ള ആളുകൾ എനിക്ക് ചുറ്റും വന്നത്. മുൻപൊന്നും ഇത് പറയാനൊരു അവസരം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂവെന്ന് കാവ്യ കൂട്ടിച്ചേർക്കുന്നു. അതിലൊരു പ്രശ്നവുമില്ലെന്നായിരുന്നു മാധവന്റെ മറുപടി. ഞാൻ എന്റെ ആദ്യ സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അത് തന്നെ ഇവിടെയും പറയുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഗോസിപ്പ് ഞങ്ങളും മുൻപ് കേട്ടിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. മാത്രമല്ല കാവ്യ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിച്ചിട്ട് ഭാഷ അറിയില്ലാത്തത് കൊണ്ട് തമിഴിലാണ് കഥ പറയുന്നത്. ഇതിനെതിരെ വ്യാപക വിമർശനമാണ് വന്നത്. ഇട്ടുമൂടാൻ പണമുണ്ടെങ്കിലും ഒരു ടീച്ചറെ വെച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ. എന്നാൽ അറിയാത്ത കാര്യം അറിയില്ലെന്ന് തന്നെ കാണിച്ച നടിയെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇതാണ് ശരി. ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡന്റ് അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷ പറയുക, അതിൽ അഭിമാനം മാത്രം കൊള്ളുക. ഭാഷ സംസാരിക്കാൻ അറിയില്ലെന്നത് ഒരു കുറവാണോ? അവർക്ക് അറിയുന്ന ഭാഷയിൽ പറഞ്ഞു. നമ്മളാണെങ്കിലും പെട്ടെന്ന് നെർവസ് ആകും. ആ സ്റ്റേജിൽ കാവ്യമാധവൻ വളരെ ധൈര്യത്തോടെ ഈ വിഷയം എക്സ്പ്ലെയിൻ ചെയ്തു. ശരിക്കും അറിയാത്ത കാര്യം അറിയില്ലെന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുറവല്ലെന്നാണ് കാവ്യയോട് ആരാധകർ പറയുന്നത്.